അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ മറ്റൊരു ഫോമാണ് പഠിച്ചത്, ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയുന്ന ഒരു ഫോം. അതേപോലെ മൂന്നാമതായിട്ട് ഫംഗ്ഷനെ എനിക്ക് വേറൊരു രീതിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാം, കോൾഡ് പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്, y ഈക്വൽസ് ടു y സ്ക്വയർ ഇസ് ഈക്വൽസ് ടു 4ax. ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി എക്സിന് പകരം ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. എക്സിന് പകരം ഞാൻ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ y എന്തായിരിക്കും? എക്സ് ടി ആണ് എങ്കിൽ ഇവിടെ ടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ y സ്ക്വയർ ഈക്വൽസ് ടു 4at എന്ന് വരും. സോ y ഈസ് ഈക്വൽസ് ടു റൂട്ട് ഓഫ് 4at എന്ന് വരും. സോ റൂട്ട് ഓഫ് 4at എന്ന് പറയുമ്പോൾ 2 റൂട്ട് 80. സോ 2 റൂട്ട് 80. ഇപ്പൊ ഈ ഫംഗ്ഷനെ എക്സ്റ്റേണലി ഞാൻ പറഞ്ഞിരിക്കുകയാണ്, രണ്ട് വേരിയബിൾ വെച്ചിട്ട് എക്സ് എത്ര വൈ എത്ര. അപ്പൊ എക്സിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് കറസ്പോണ്ടിങ്ങിലി വൈ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ എക്സും വൈയും തമ്മിലുള്ള റിലേഷനെ ഡയറക്ട്ലി പറയാതെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് പറഞ്ഞിരിക്കും. എക്സ് ഇതാണ്, വൈ ഇതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഈ ഫംഗ്ഷന്റെ ഒരു പാരാമെട്രിക് ഫോം മാത്രമാണ്. ഇതിന് വേറെയും പാരാമെട്രിക് ഫോം ഉണ്ട്. ഇത് പരബോളയാണത്. ഇതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ഫോം ഇതല്ല. എക്സിന് at സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. എക്സിന് at സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ y എന്ന് പറയുന്നത് എന്താകും? y 4a ഇൻറ്റു എക്സിന് പകരം at സ്ക്വയർ കൊടുക്കുക. സോ 4a സ്ക്വയർ t സ്ക്വയർ എന്ന് വരും y. സോ y സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ y ഈസ് ഈക്വൽസ് ടു റൂട്ട് ഓഫ് 4a സ്ക്വയർ t സ്ക്വയർ, അതായത് 2at എന്ന് വരും. സോ y ഈസ് ഈക്വൽസ് ടു 2at. സോ ഇതാണ് നമ്മൾ സാധാരണ പരബോളയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു പാരാമെട്രിക് ഫോം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ഫോം ഇതാണ്. ഒരു ഫംഗ്ഷൻ തന്നെ പല പാരാമെട്രിക് ഫോമുകൾ കാണും. അവിടെ നമ്മൾ പാരാമെട്രിക് ഫോമിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സും വൈയും സെപ്പറേറ്റ് ആയിരിക്കും സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് തീറ്റയോ ടിയോ, മൂന്നാമത്തെ ഒരു വേരിയബിളിന്റെ ടേമിൽ എക്സും വൈയും സെപ്പറേറ്റ് എക്സ്പ്രസ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് dy by dx കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയതുകൊണ്ട് എനിക്ക് ഇതിരുന്ന് dx by dt കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതേപോലെ ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dy by dt. ഇനി dy by dx എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. dy by dt ഡിവൈഡഡ് ബൈ dx by dt. ഇത് പഠിച്ചു വെച്ചിരിക്കുക. dy by dx എന്ന് പറയുന്നത് എന്താണ്? dy by dt ഡിവൈഡ് ബൈ dx by dt. അപ്പോൾ നമ്മൾ രണ്ട് പേരെയും വിത്ത് റെസ്പെക്ട് ടു സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം അവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dy by dx ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ പാരാമെട്രിക് ഫോമിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് dy by dx കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇത് തന്നെ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽസ് ടു at സ്ക്വയർ ആൻഡ് y ഇസ് ഈക്വൽസ് ടു 2at. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സും വൈയും സെപ്പറേറ്റ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. സോ ഫംഗ്ഷനെ പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുന്നത്. എനിക്ക് dy by dx കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈൻഡ് dy by dx. അപ്പോൾ dy by dx നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല, പറ്റില്ല, അത് നമുക്കറിയാം. നമ്മളപ്പോൾ സെപ്പറേറ്റ്ലി ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dx by dt കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ a കോൺസ്റ്റന്റ് ആണ്, ടി സ്ക്വയർ ഡെറിവേറ്റീവ് 2t എന്ന് വരും. ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് dy by dt കിട്ടും. 2a കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുന്നതുകൊണ്ട് ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, ഇനി dy by dx എന്ത് വരും? dy by dx is equals to dy by dt divided by dx by dt. So dy by dt എന്തുവാണ്? 2a divided by dx by dt 2at. അപ്പോൾ 2a കട്ടായി പോകും, ആൻസർ 1/3 എന്ന് വരും. സോ ഇതാണ് dy by dx. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് കിട്ടുന്നത്, വിച്ച് മീൻസ് ഡെറിവേറ്റീവും പാരാമെട്രിക് ഫോമിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ ഇത് ഡിഫറൻസിയേഷൻ വളരെ എളുപ്പമാണ്. എക്സിനെയും വൈ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്തിട്ട് dy by dx കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. രണ്ടാമത്തെ പ്രോബ്ലം, x is equals to a into theta plus sin theta and y is equals to a into 1 minus cos theta. ഓക്കെ, അപ്പോൾ ഇവിടെയും പാരാമെട്രിക് ഫോം ആണ്, നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ dx by d theta കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം ഇത് രണ്ട് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് തന്നത്. ഇവിടെ നമ്മുടെ തേർഡ് വേരിയബിൾ എന്ന് പറയുന്നത് തീറ്റയാണ്.
എ കോൺസ്റ്റന്റ് ആണ്, തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അതേപോലെ dy ബൈ ഡി തീറ്റ ഇസ് ഈക്വൽസ് ടു എ കോൺസ്റ്റന്റ് ആണ് 1 മൈനസ് കോസ് തീറ്റ. 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ മൈനസ് മൈനസും പ്ലസ് ആകും, നമുക്കത് എ സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ഇനി രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. സോ dy ബൈ dx ഇസ് ഈക്വൽസ് ടു dy ബൈ d തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ d തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ d തീറ്റ എന്താണ്? അത് a sin തീറ്റ ആണ്, ഡിവൈഡഡ് ബൈ a ഇൻറ്റു 1 പ്ലസ് cos തീറ്റ. അപ്പോൾ നമുക്ക് ഈ a അങ്ങ് കട്ട് ചെയ്ത് കളയാം. a കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ sin തീറ്റ ബൈ 1 പ്ലസ് cos തീറ്റ എന്ന് വരും. വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. കാരണം sin 2 തീറ്റയ്ക്ക് ഒരു ഫോർമുലയുണ്ട്. sin 2 തീറ്റ എന്ന് പറയുന്നത് 2 sin തീറ്റ cos തീറ്റയാണ്. സോ ഞാനിവിടെ 2 തീറ്റയ്ക്ക് പകരം തീറ്റയാണ് എഴുതുന്നതെങ്കിലോ sin തീറ്റയാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. സോ ഇവിടെ sin തീറ്റ ബൈ 2 എന്നും cos തീറ്റ ബൈ 2 എന്നും ആകും. സോ ഈ ഫോർമുല ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. sin തീറ്റയ്ക്ക് പകരം ന്യൂമറേറ്ററിൽ 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് cos തീറ്റയാണ്. നമുക്ക് cos 2 തീറ്റയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്. cos 2 തീറ്റ is equals to 2 cos squared തീറ്റ മൈനസ് 1 ആണ്. സോ അതിൽ നിന്ന് മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ 1 പ്ലസ് cos 2 തീറ്റ is equals to 2 cos squared തീറ്റ എന്ന് വരും. നേരത്തെ പോലെ 2 തീറ്റയ്ക്ക് പകരം ഞാൻ തീറ്റ ആക്കിയാൽ എന്ത് പറ്റും? 1 പ്ലസ് cos തീറ്റ എന്നാക്കിയാലോ 2 തീറ്റയ്ക്ക് പകരം തീറ്റ എഴുതി, അപ്പോൾ ഇത് എടുത്ത് തീറ്റയ്ക്ക് പകരം തീറ്റ ബൈ 2 ആകും. അപ്പോൾ അത് 2 cos squared തീറ്റ ബൈ 2 എന്നാകും. സോ ഈ ഫോർമുലയാണ് ഞാൻ ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 1 പ്ലസ് cos തീറ്റ എന്ന് പറയുന്നത് 2 cos squared തീറ്റ ബൈ 2. സോ 2 cos squared തീറ്റ ബൈ 2. അപ്പോൾ 2 കട്ട് ചെയ്ത് കളയാം, ഒരു cos തീറ്റയും കട്ട് ചെയ്ത് കളയാം. ബാക്കി sin തീറ്റ ബൈ 2 ബൈ cos തീറ്റ ബൈ 2, അത് tan തീറ്റ ബൈ 2 വരും. നമുക്കത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും dy ബൈ dx നെ. അടുത്ത പ്രോബ്ലം, x is equals to cos theta minus cos 2 theta and y is equals to sin theta minus sin 2 theta. നമുക്ക് നോക്കാം. ആദ്യമേ dx by d theta കാൽക്കുലേറ്റ് ചെയ്യുക. dx by d theta വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആകുമ്പോൾ cos theta ഉള്ളത് മൈനസ് sin theta ആണ്, മൈനസ് cos 2 theta ഉള്ളത് മൈനസ് sin 2 theta ആകും. അപ്പോൾ ഇത് പ്ലസ് ആകും. sin 2 theta into 2 ഉള്ളത്, അതായത് മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 സൈൻ 2 തീറ്റ. ഇവിടെ dy ബൈ ഡി തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ആണത് കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ആണത് കോസ് 2 തീറ്റ. സോ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂമറേറ്റർ dy ബൈ ഡി തീറ്റ dy ബൈ dx is equals to numerator cos theta minus 2 cos 2 theta divided by denominator minus sin theta plus 2 sin 2 theta. Okay. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിൽ sin 2 തീറ്റയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. sin 2 തീറ്റ എന്താണ്? 2 sin theta cos theta ആണ്. സോ അത് മൈനസ് sin theta പ്ലസ് 2 sin theta cos theta. Okay, numerator cos theta minus 2 cos 2 theta. 2 into cos 2 theta की formula ഉണ്ട്. cos 2 theta എന്താണ്? 2 cos squared theta minus 1. cos നുള്ള formula ഇട്ട് കൊടുക്കുക. 2 cos squared theta minus 1. Okay, so that is equals to numerator cos theta minus 4 cos squared theta plus 2 divided by denominator നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ sin theta കോമൺ എടുക്കാം. sin theta കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് മൈനസ് 1 പ്ലസ് 2 cos theta. സോ ഇതായിരിക്കും ഫൈനൽ ആൻസർ. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എനിവേ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത്രയേ ഉള്ളൂ.
അടുത്ത പ്രോബ്ലം x is equals to root of a raised to sin inverse t and y is equals to root of a raised to cos inverse t. Show that dy by dx is equals to minus y by x. Okay, x തന്നിട്ടുണ്ട് y തന്നിട്ടുണ്ട്, നമുക്ക് dy by dx ന്റെ വാല്യൂ മൈനസ് y by x എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ആദ്യമേ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് പാരാമെട്രിക് ഫോമിലാണ് കിടക്കുന്നത്, ശരിയല്ലേ? എക്സും വൈയും സെപ്പറേറ്റ് തന്നിരിക്കുകയാണ്, പാരാമെട്രിക് ഫോമിലാണ്. അപ്പോൾ ഞാനിത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെറിവേറ്റീവ് പാരാമെട്രിക് ഫോമിലായിരിക്കും കിട്ടുന്നത്, അതായത് dy by dx എക്സിന്റെ ടേമിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ dy by dx ഇവിടെ എന്തിന്റെ ടേമിലല്ല, സോറി dy by dx നമുക്ക് ടിയുടെ ടേമിലായിരിക്കും കിട്ടുന്നത്, കാരണം ഇത് പാരാമെട്രിക് ഫോമിലാണ് കിടക്കുന്നത്. സോ ഞാൻ dy by dx കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിയുടെ ടേമിലായിരിക്കും, കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ dy by dt യും dx by dt ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ ടിയുടെ ടേമിലായിരിക്കും കിട്ടുന്നത്. പിന്നീട് നമ്മളത് മാറ്റി എക്സിലും വൈയിലും ആക്കേണ്ടി വരും ഫൈനലി, അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് ഈ പാരാമെട്രിക് ഫോമിലിട്ട് ചെയ്യാതെ ഇതിനെ ഇംപ്ലിസിറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ ഇംപ്ലിസിറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഈ ടി അങ്ങ് ക്യാൻസൽ ആയി പോകണം. ടി പോയാലേ നമുക്ക് ഇത് ഇംപ്ലിസിറ്റ് ഫോമിലോട്ടാകും. അതിനിവിടെ സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്, കോസ് ഇൻവേഴ്സ് ടി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവരെ കണക്ട് ചെയ്യുന്ന റിലേഷൻ അറിയാം. സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്നത് π/2 ആണ്. ഓൾവേസ് സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്നത് π/2 ആണ്. സോ ഈ സൈൻ ഇൻവേഴ്സ് ടിയും കോസ് ഇൻവേഴ്സ് ടിയും കൂടെ ആഡപ്പ് ആകണം, അപ്പോൾ ഈ ടി എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ ഇവർ രണ്ടും ആഡ് ചെയ്യാനായിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാരണം ഇവർ പവറിലാണ് കിടക്കുന്നത്. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ xy ഈക്വൽസ് ടു root of a raised to sin inverse t into root of a raised to cos inverse of t, that is equals to root of a raised to sin inverse of t plus cos inverse of t, that is equals to root of a raised to sin inverse t plus cos inverse t π/2 ആകും. സോ അത് മൊത്തം ഇപ്പം ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. സോ ഇപ്പോൾ നമുക്ക് xy ഈക്വൽസ് ടു റൂട്ട് ഓഫ് a raised to π/2 എന്ന് കിട്ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ എടുക്കേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y യുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ആണ് ഈക്വൽസ് ടു ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ dy by dx എന്ത് വരും? dy by dx എന്ന് പറയുന്നത് ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് y by x എന്ന് വരും. സോ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് ഇവിടെ ഓൾറെഡി അറിയാം dy by dx എനിക്ക് ഇംപ്ലിസിറ്റ് ഫോമിൽ വേണം കിട്ടാനായിട്ട്, അതായത് എക്സിന്റെയും വൈയുടെയും ടേമിൽ വേണം ആൻസർ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടെ നിന്ന് ടി എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ എപ്പോഴും പാരാമെട്രിക് ഫോമിൽ കിടക്കുമ്പോൾ നമ്മൾ പാരാമെട്രിക് ഫോമിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഫംഗ്ഷന്റെ പല ഫോംസ് ആണ് ഇവരെല്ലാം. പാരാമെട്രിക് ഫോം ആയാലും ഇംപ്ലിസിറ്റ് ഫോം ആയാലും ഇവരെല്ലാം ഫംഗ്ഷന്റെ പല ഫോംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഫോമിലിട്ട് വേണമെങ്കിലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ചില ഫോംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും, ചില ഫോമുകളിൽ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ പാരാമെട്രിക് ഫോമിൽ ഇരുന്ന് നമുക്ക് ഇംപ്ലിസിറ്റ് ഫോമിലോട്ട് പോകാൻ എളുപ്പമാണ്. ആ പാരാമീറ്റർ ആരായാലും അയാളെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, എപ്പോഴും ആ പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. ചില കേസുകളിൽ ആ പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അല്ല. നമുക്ക് ആ കേസിൽ എന്തായാലും പാരാമീറ്റർ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തേ പറ്റൂ, കൺവേർഷൻ നടക്കില്ല.